2026 ജൂലൈ മാസം രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങളുടെയും വഴിത്തിരിവുകളുടെയും മാസമാണ്. ശനി, വ്യാഴം, രാഹു, കേതുക്കൾ തുടങ്ങിയ പ്രധാന ഗ്രഹങ്ങളുടെ സ്ഥാന വ്യതിയാനങ്ങൾ ഈ കാലയളവിൽ നിങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. ജ്യോതിഷ ശാസ്ത്രത്തിലെ 27 നക്ഷത്രങ്ങളിൽ അതീവ പ്രാധാന്യമുള്ള ഒന്നാണ് രോഹിണി. ചന്ദ്രന്റെ പ്രിയതമയായ രോഹിണി നക്ഷത്രം ഇടവം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൗതിക സുഖ സൗകര്യങ്ങൾ, സൗന്ദര്യം, കല, സമ്പത്ത് എന്നിവയുടെ പ്രതീകമാണ് ഈ നക്ഷത്രം. ശുക്രൻ അധിപനായ ഇടവം രാശിയിൽ ചന്ദ്രന്റെ നക്ഷത്രമായ രോഹിണി വരുന്നതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ രോഹിണി നക്ഷത്രക്കാർ പൊതുവെ ഭാഗ്യമുള്ളവരായിരിക്കും. ശനി ഈ സമയം മീനം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. ഇടവം രാശിയെ സംബന്ധിച്ചിടത്തോളം ശനി ലാഭസ്ഥാനത്താണ്. ഇത് സാമ്പത്തിക നേട്ടങ്ങൾക്ക് അതീവ അനുകൂലമായ ഒരു സ്ഥാനമാണ്. വ്യാഴം ഈ സമയം കർക്കിടകം രാശിയിലായിരിക്കും. രോഹിണി നക്ഷത്രക്കാർക്ക് ഇത് 3ാം ഭാവമാണ്. വ്യാഴം ഉച്ചസ്ഥനായി നിൽക്കുന്നത് ധൈര്യത്തിനും സഹോദരങ്ങളിൽ നിന്നുള്ള സഹായത്തിനും വഴിതെളിക്കും. രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലുമായിരിക്കും. ഇത് തൊഴിൽ മേഖലയിൽ ചില അപ്രതീക്ഷിത മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. ജൂലൈ പകുതി വരെ സൂര്യൻ മിഥുനം രാശിയിലും പിന്നീട് കർക്കിടകത്തിലും സഞ്ചരിക്കുന്നു. ഈ ഗ്രഹസ്ഥിതികൾ മുൻനിർത്തി സാമ്പത്തിക ബലങ്ങൾ വിശദമായി പരിശോധിക്കാം. 2026 ജൂലൈ മാസം രോഹിണി നക്ഷത്രക്കാർക്ക് വരുമാനത്തിന്റെ കാര്യത്തിൽ വലിയ ആശ്വാസം നൽകുന്ന സമയമാണ്. ലാഭസ്ഥാനത്തെ ശനിയുടെ സാന്നിധ്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ധനയോഗ കാലമാണ്. ശമ്പളക്കാരായ രോഹിണി നക്ഷത്രക്കാർക്ക് ജൂലൈ മാസത്തിൽ ഇൻക്രിമെന്റുകൾക്കോ ബോണസിനോ സാധ്യതയുണ്ട്. മുടങ്ങിക്കിടന്ന കുടിശ്ശികകൾ ലഭിക്കാനും ഈ കാലയളവ് സഹായിക്കും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കുന്ന മാസമായിരിക്കും ഇത്. 11ാം ഭാവത്തിലെ ശനി അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്ന് പണം എത്തിക്കും. പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം, ലോട്ടറി, ഇൻഷുറൻസ് തുകകൾ അല്ലെങ്കിൽ പാരമ്പര്യമായി ലഭിക്കേണ്ട സ്വത്തുക്കൾ എന്നിവ ഈ മാസം നിങ്ങളുടെ കൈകളിൽ എത്തിയേക്കാം. സാമ്പത്തിക അഭിവൃദ്ധി തൊഴിലുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. രോഹിണി നക്ഷത്രക്കാരുടെ തൊഴിൽ മേഖലയിൽ ജൂലൈ മാസത്തിൽ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. സർക്കാർ ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റത്തോടെയുള്ള ശമ്പള വർധനവ് പ്രതീക്ഷിക്കാം. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വരുമാനം വർദ്ധിക്കാനും സമ്പാദ്യം കൂട്ടാനും സാധിക്കും. എന്നാൽ 10ാം ഭാവത്തിലെ രാഹുവിന്റെ സ്വാധീനം കാരണം ജോലി സ്ഥലത്ത് ചില രാഷ്ട്രീയ കളികൾ നേരിടേണ്ടി വന്നേക്കാം. ഇത് നിങ്ങളുടെ വരുമാനത്തെ നേരിട്ട് ബാധിക്കില്ലെങ്കിലും മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയേക്കാം. വ്യാപാര മേഖലയിലുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം സുവർണകാലമാണ്. പ്രത്യേകിച്ച് ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, കെട്ടിട നിർമ്മാണ സാമഗ്രികൾ എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വലിയ ലാഭം കൊയ്യാൻ സാധിക്കും. പുതിയ കരാറുകളിൽ ഒപ്പിടുമ്പോൾ ജാഗ്രത പാലിക്കണമെങ്കിലും അവ ദീർഘകാലാടിസ്ഥാനത്തിൽ ലാഭകരമായിരിക്കും. നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ രോഹിണി നക്ഷത്രക്കാർ സാധാരണയായി വളരെ കരുതലോടെ നീങ്ങുന്നവരാണ്. 2026 ജൂലൈയിൽ നിങ്ങളുടെ നിക്ഷേപ ബുദ്ധി കൂടുതൽ തെളിഞ്ഞു നിൽക്കും. സ്വർണം, വെള്ളി, ബാങ്ക് സെക്ടർ എന്നിവയിൽ നിക്ഷേപിച്ചിട്ടുള്ളവർക്ക് ഈ മാസം വലിയ ലാഭം പ്രതീക്ഷിക്കാം. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ് ജൂലൈയിലെ ആദ്യ 2 ആഴ്ചകൾ. ഭൂമി വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ്. ന്യായമായ വിലയ്ക്ക് ഭൂമി സ്വന്തമാക്കാനും പഴയ വസ്തുക്കൾ ലാഭകരമായി വിൽക്കാനും സാധിക്കും. രോഹിണി നക്ഷത്രക്കാർക്ക് സ്വർണം എപ്പോഴും ഭാഗ്യമാണ്. ജൂലൈ മാസത്തിൽ സ്വർണത്തിൽ നടത്തുന്ന നിക്ഷേപം ഭാവിയിൽ വലിയ ഗുണം ചെയ്യും. വരുമാനം വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ചെലവുകളും വർദ്ധിക്കാൻ സാധ്യതയുള്ള മാസമാണ് 2026 ജൂലൈ. ഇടവം രാശിക്കാരുടെ പൊതുവായ സ്വഭാവമായ ആഡംബരപ്രിയം ഈ മാസം അല്പം നിയന്ത്രിക്കേണ്ടി വരും. വില കൂടിയ ഗൃഹോപകരണങ്ങൾ, വാഹനങ്ങൾ എന്നിവ വാങ്ങാൻ ഈ മാസം നിങ്ങൾ പ്രലോഭിപ്പിക്കപ്പെടാം. അത്യാവശ്യമല്ലെങ്കിൽ ഇത്തരം ചെലവുകൾ അടുത്ത മാസത്തേക്ക് മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. കുടുംബത്തിലെ വിവാഹം അല്ലെങ്കിൽ മറ്റ് ആഘോഷങ്ങൾക്കായി വലിയൊരു തുക ചെലവാകാൻ സാധ്യതയുണ്ട്. ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നത് കടബാധ്യതകൾ ഒഴിവാക്കാൻ സഹായിക്കും. പഴയ കടങ്ങൾ വീട്ടാൻ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ മാസം സാധിക്കും. ബാങ്ക് വായ്പകൾക്ക് അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അത് അനുവദിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ 6ാം ഭാവത്തിലെ ഗ്രഹസ്ഥിതികൾ സൂചിപ്പിക്കുന്നത് പുതിയ വായ്പകൾ എടുക്കുമ്പോൾ തിരിച്ചടവ് ശേഷി കൃത്യമായി കണക്കാക്കണമെന്നാണ്. ജാമ്യം നിൽക്കുന്ന കാര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കുക. സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ വലിയ തുക കടം നൽകുന്നത് ഈ മാസം ഒഴിവാക്കുന്നതാണ് ഉചിതം. കാരണം അത് തിരികെ ലഭിക്കാൻ പ്രയാസമായിരിക്കും. രോഹിണി നക്ഷത്രക്കാരുടെ സാമ്പത്തിക തീരുമാനങ്ങളിൽ കുടുംബത്തിന് വലിയ പങ്കുണ്ട്. ജൂലൈ മാസത്തിൽ ജീവിത പങ്കാളിയിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പങ്കാളിക്ക് തൊഴിലിൽ ലഭിക്കുന്ന ഉയർച്ച കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക നില മെച്ചപ്പെടുത്തും. കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായി വലിയൊരു തുക മാറ്റിവെക്കേണ്ടി വരും. ഇത് ഒരു ബാധ്യതയല്ല, മറിച്ച് മികച്ചൊരു നിക്ഷേപമായി കാണുക. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നത് രോഹിണി നക്ഷത്രക്കാർ ഈ മാസം പ്രത്യേകം ഓർമ്മിക്കണം. 2ാം ഭാവത്തിലെ സൂര്യന്റെ സഞ്ചാരം കണ്ണ്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ ഉണ്ടാക്കിയേക്കാം. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും അവഗണിക്കുന്നത് വലിയ ചികിത്സാ ചെലവുകളിലേക്ക് നയിക്കാം. അതിനാൽ മെഡിക്കൽ ഇൻഷുറൻസ് പുതുക്കാൻ മറക്കരുത്. മാസത്തിന്റെ 1ാം വാരം വളരെ പോസിറ്റീവ് ആയിരിക്കും. പുതിയ വരുമാന മാർഗങ്ങളെക്കുറിച്ച് നിങ്ങൾ ഗൗരവമായി ചിന്തിക്കും.
ബിസിനസ്സിൽ നിന്ന് പഴയ കുടിശ്ശികകൾ ലഭിക്കും. പണം ലഭിക്കാൻ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കും. രണ്ടാം വാരം വിദേശത്ത് നിന്ന് പണമോ ശുഭവാർത്തകളോ പ്രതീക്ഷിക്കാം. ഭൂമി സംബന്ധമായ ഇടപാടുകൾ ലാഭകരമാകും. എന്നാൽ അനാവശ്യ ചെലവുകൾ വർദ്ധിക്കും. മൂന്നാം വാരം സൂര്യൻ കർക്കടകം രാശിയിലേക്ക് മാറുന്നതോടെ ചെലവുകളിൽ അല്പം വർധനവ് പ്രതീക്ഷിക്കാം. കുടുംബപരമായ ആവശ്യങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടി വരും. ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുമെങ്കിലും അത് സാമ്പത്തികമായി ഗുണകരമാകും. മാസാവസാനമാകുമ്പോഴേക്കും സാമ്പത്തിക നില ഭദ്രമാകും. ലോണുകൾ തിരിച്ചടയ്ക്കാൻ സാധിക്കും. അടുത്ത മാസത്തേക്കുള്ള നിക്ഷേപങ്ങൾ പ്ലാൻ ചെയ്യാൻ ഈ സമയം ഉപയോഗിക്കുക. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകും. രോഹിണി നക്ഷത്രക്കാരായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം സ്വയംഭരണാധികാരവും സാമ്പത്തിക സ്വാതന്ത്ര്യവും ലഭിക്കുന്ന കാലമാണ്. വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവർക്കും കൈത്തൊഴിൽ ചെയ്യുന്നവർക്കും ഓർഡറുകൾ വർദ്ധിക്കും. സ്വർണ്ണാഭരണങ്ങൾ സമ്പാദിക്കാൻ ഈ മാസം അനുകൂലമാണ്. കുടുംബത്തിന്റെ ബജറ്റ് നിയന്ത്രിക്കുന്നതിൽ നിങ്ങൾ വിജയിക്കും. വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകളോ വിദ്യാഭ്യാസ വായ്പകൾക്കോ ഉള്ള തടസ്സങ്ങൾ നീങ്ങും. പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി ചെയ്യുന്നവർക്ക് വരുമാനം വർദ്ധിക്കും. മത്സര പരീക്ഷകളിൽ വിജയിക്കുന്നത് വഴി സാമ്പത്തിക സുരക്ഷിതത്വമുള്ള ജോലിയിലേക്ക് പ്രവേശിക്കാൻ വഴിതെളിയും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കുമ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ അമിത ആത്മവിശ്വാസം കാണിക്കുന്നത് നഷ്ടങ്ങൾക്ക് കാരണമാകും. ഓരോ ഇടപാടും കൃത്യമായി രേഖപ്പെടുത്തുക. ഓഹരി വിപണിയിലോ ബിസിനസ്സിലോ ധൃതി പിടിച്ച് പണം മുടക്കരുത്. വിദഗ്ധോപദേശം തേടുന്നത് നന്നായിരിക്കും. വസ്തു ഇടപാടുകൾ നടത്തുമ്പോൾ ആധാരങ്ങളും മറ്റു രേഖകളും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. വിദേശ യാത്രകൾ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴികൾ തെളിയും. ബിസിനസ് ആവശ്യങ്ങൾക്കായി വിദേശത്ത് പോകേണ്ടി വരുന്നത് ഭാവിയിൽ വലിയ ഗുണങ്ങൾ നൽകും. ദോഷഫലങ്ങൾ കുറയ്ക്കാനും സാമ്പത്തിക ഭാഗ്യം വർദ്ധിപ്പിക്കാനും ചില പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. തിങ്കളാഴ്ചകളിൽ ചന്ദ്രികാ സ്തോത്രം ജപിക്കുക. വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നത് മനഃശാന്തിക്കും സാമ്പത്തിക വ്യക്തതയ്ക്കും സഹായിക്കും. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുകയും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ധനലക്ഷ്മിയുടെ കടാക്ഷം ഉണ്ടാകാൻ സഹായിക്കും. ശനിയെ പ്രീതിപ്പെടുത്തുന്നത് തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. ശനിയാഴ്ചകളിൽ എള്ളുവിളക്ക് കത്തിക്കുന്നത് ഉചിതമാണ്. പാവപ്പെട്ടവർക്ക് വെള്ളയോ മഞ്ഞയോ നിറത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ ദാനം ചെയ്യുന്നത് ഗ്രഹദോഷങ്ങൾ കുറയ്ക്കും. 2026 ജൂലൈ മാസം രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു കലണ്ടർ മാസമല്ല, മറിച്ച് അവരുടെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കാനുള്ള ഒരു വലിയ അവസരമാണ്. ഈ മാസത്തെ മൊത്തത്തിലുള്ള ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ സമൃദ്ധിയും ജാഗ്രതയും കൈകോർത്ത് നീങ്ങുന്ന ഒരു കാലഘട്ടമാണിതെന്ന് മനസ്സിലാക്കാം. കഴിഞ്ഞ കുറെ കാലമായി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കഠിനാധ്വാനത്തിന്റെ ഫലം സാമ്പത്തികമായി നിങ്ങളുടെ കയ്യിൽ വന്നു ചേരുന്ന സമയമാണിത്. എന്നാൽ കയ്യിൽ പണം വരുമ്പോൾ അതെങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ഭാവിയിലെ സാമ്പത്തിക ഭദ്രത. രോഹിണി നക്ഷത്രക്കാർ പൊതുവെ ഭൗതിക സുഖ സൗകര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരും ആഡംബര പ്രിയരുമാണ്. ജൂലൈ മാസത്തിൽ വരുമാനം വർദ്ധിക്കുന്നതോടെ ഈ സ്വഭാവം അല്പം കൂടാൻ സാധ്യതയുണ്ട്. ഇവിടെയാണ് നിങ്ങൾ മിതവ്യയം എന്ന തത്വം പാലിക്കേണ്ടത്. അനാവശ്യമായ ആഡംബരങ്ങൾക്കോ മറ്റുള്ളവരെ കാണിക്കാനുള്ള പൊങ്ങച്ചങ്ങൾക്കോ വേണ്ടി പണം ചെലവാക്കുന്നത് ഈ മാസത്തെ ഭാഗ്യത്തെ ദുരുപയോഗം ചെയ്യുന്നതിന് തുല്യമായിരിക്കും. പകരം ലഭിക്കുന്ന അധിക വരുമാനം ദീർഘകാല നിക്ഷേപങ്ങളിലേക്ക് മാറ്റാൻ ശ്രദ്ധിക്കണം. സ്വർണം അല്ലെങ്കിൽ സുരക്ഷിതമായ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നത് വരും വർഷങ്ങളിൽ നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും. ചുരുക്കത്തിൽ 2026 ജൂലൈ മാസം രോഹിണി നക്ഷത്രക്കാർക്ക് നൽകുന്ന സന്ദേശം ലഭിക്കുന്ന സമ്പത്തിനെ ആദരിക്കുക, വിവേകത്തോടെ ചെലവാക്കുക, ഭാവിയിലേക്ക് കരുതി വെക്കുക എന്നതാണ്. ആസൂത്രിതമായ നീക്കങ്ങളിലൂടെയും മിതമായ ജീവിതശൈലിയിലൂടെയും നിങ്ങൾക്ക് ഈ മാസത്തെ സാമ്പത്തിക നേട്ടങ്ങളെ ഒരു വലിയ സാമ്രാജ്യത്തിന്റെ തുടക്കമാക്കി മാറ്റാൻ സാധിക്കും. അമിത ആത്മവിശ്വാസം ഒഴിവാക്കി എളിമയോടെയും പ്രായോഗിക ബുദ്ധിയോടും കൂടി മുന്നോട്ട് പോയാൽ സാമ്പത്തികമായി തിളക്കമാർന്ന ഒരു ഭാവി നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങളിൽ സത്യസന്ധതയും സുതാര്യതയും പുലർത്തുന്നത് ഐശ്വര്യം നിലനിർത്താൻ സഹായിക്കും.